നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ലിവർ ക്ലെൻസ് ചെയ്ത് ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഇങ്ങനെയൊരു നാച്ചുറൽ റെമഡി തയ്യാറാക്കി കുടിക്കാം. ഇത് ഫാറ്റി ലിവർ എന്ന അസുഖം കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടുകയും കരൾ കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അമിതവണ്ണം, മദ്യപാനം, പ്രമേഹം, ഹൈ കൊളസ്ട്രോൾ എന്നിവയെല്ലാം ഫാറ്റി ലിവർ വരുന്നതിനുള്ള കാരണങ്ങളാണ്. ആരോഗ്യമുള്ള കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകും. കരളിൻ്റെ ഭാരത്തിൻ്റെ 5% മുതൽ 10% വരെ കൊഴുപ്പുണ്ടാകുമ്പോഴാണ് ഇതൊരു രോഗമായി മാറുന്നത്. ഫാറ്റി ലിവർ 2 തരത്തിലാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, 2 നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അപ്പോൾ ഫ്രണ്ട്സ്, ഫാറ്റി ലിവർ എന്ന കരൾ രോഗം ഉള്ളവർക്ക് ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായി തയ്യാറാക്കാവുന്ന നല്ലൊരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡിയും കൂടെ ഹെൽത്തി ഡയറ്റിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഫാറ്റി ലിവർ നാച്ചുറൽ റെമഡി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ലിവർ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇഞ്ചി സഹായിക്കും. കൂടാതെ കരളിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ഇഞ്ചി വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾ. ചെറിയൊരു കഷ്ണം മഞ്ഞൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഓർഗാനിക് മഞ്ഞൾപ്പൊടിയായാലും ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞളിൽ പവർഫുള്ളായ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതാണ് കുർക്കുമിൻ. ഇത് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ലിവർ ഡീടോക്സിഫൈ ചെയ്യാനും സഹായിക്കും. ഇത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് തടയാൻ സഹായിക്കും. കൂടാതെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്ത് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കും. ഇനി ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. ഫാറ്റി ലിവർ കുറയ്ക്കാനായി ഈ ഒരു റെമഡി മാത്രം ട്രൈ ചെയ്താൽ പോരാ. ഇതിൻ്റെ കൂടെ നല്ലൊരു ഹെൽത്തി ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റായി ഫാറ്റി ലിവർ മാറുന്നത്. ഫാറ്റി ലിവർ ഉള്ളവർ ഡയറ്റിൽ ഇലക്കറികളും ക്രൂസിഫറസ് പച്ചക്കറികളും ഉൾപ്പെടുത്തണം. പാലക്ക്, ചീര മുതലായ ഇലക്കറികളും ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെട്ട ബ്രൊക്കോളി, കാബേജ്, ബ്രസിൽ സ്പ്രൗട്ട്, കേൽ തുടങ്ങിയ പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാനും കൂടെ തടി കുറയ്ക്കാനും സഹായിക്കും. അടുത്തത് സോയ പ്രോഡക്റ്റാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. സോയ പ്രോട്ടീൻ കരളിൽ കൊഴുപ്പടിയുന്നത് കുറയ്ക്കാൻ സഹായിക്കും. സോയ പനീർ മുതലായ ഭക്ഷ്യവസ്തുക്കളിൽ പ്രോട്ടീൻ കൂടുതലും കൊഴുപ്പ് കുറവുമായതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്തി, ചൂര, ട്യൂണ മുതലായ മത്സ്യങ്ങൾ കരളിലെ കൊഴുപ്പ് നില ആരോഗ്യകരമാക്കാൻ സഹായിക്കും. അതിനാൽ ഈ മത്സ്യങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ വാൽനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അവക്കാഡോ, വെളുത്തുള്ളി, ഗ്രീൻ ടീ, ഓട്സ്, കോഫി ഇവയെല്ലാം ഫാറ്റി ലിവർ കുറയ്ക്കാനായി നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ വെള്ളം നന്നായി തിളച്ചതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അതാണ് കുരുമുളക്. ഒരു നുള്ളു കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക. അല്പം ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രം കുടിച്ചാൽ മതി. ഈ വെള്ളം കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ഈ ഒരു റെമഡി 21 ദിവസമാണ് കുടിക്കേണ്ടത്. അതിനോടൊപ്പം നല്ലൊരു ഡയറ്റ് കൂടെ നേരത്തെ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുക. റെഡ് മീറ്റ്സ്, പ്രോസസ്ഡ് ഫുഡ്, മധുരമടങ്ങിയ പലഹാരങ്ങൾ, ഫ്രൂട്ട് ജ്യൂസസ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അമിതമായ മദ്യപാനം ഇതെല്ലാം ഫാറ്റി ലിവർ ഉള്ളവർ ഒഴിവാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെമഡിയോടൊപ്പം ഈ ഒരു ഡയറ്റ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്